ഹായ് ഡിയർ ഫ്രണ്ട്സ്, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കേക്ക്, അധികമൊന്നും ഇൻഗ്രീഡിയൻസ് ഇല്ലാത്ത വളരെ സോഫ്റ്റായ ഒരു കേക്കാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഈ ഒരു കേക്ക്. 250 ml ഒരു കപ്പ് മൈദ എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് കുറച്ച് തട്ടിക്കളഞ്ഞിട്ട് ഒരു 2.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. ആ കൊക്കോ പൗഡർ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ 250 ml കപ്പ് ഫുള്ളായി കിട്ടും. അതുപോലെ വേണം കേട്ടോ നമ്മുടെ ഈ കൊക്കോ പൗഡറും മൈദപ്പൊടിയും എടുക്കാനായിട്ട്. ഇതുപോലെ ഒരു ബൗളിലാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. 250 ml കപ്പില്ലെങ്കിൽ ഇതുപോലെ ഒരു ബൗൾ എടുത്താലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കൊരു 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് മാറ്റി വെക്കാം. ഇനി നമ്മുടെ മൈദ മിക്സിലേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ നമ്മൾ ചേർക്കുന്നില്ല, ഓയിൽ നമ്മൾ ചേർക്കുന്നില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ച് ചെയ്തെടുക്കുന്ന ഒരു കേക്കാണ് കേട്ടോ. ഒരൊറ്റ ടീസ്പൂൺ മാത്രം ബേക്കിംഗ് പൗഡർ. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് മാറ്റി വെക്കുക. ഇനി നമ്മൾ മാറ്റിവെച്ച നമ്മുടെ മുട്ട പൊട്ടിച്ചതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നുള്ള് ഉപ്പും, പിന്നെ ഒരു 2 രൂപയുടെ പാക്കറ്റ് ബ്രൂ കോഫി പൗഡർ, അതിൽ നിന്നും കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം എടുത്ത് ഈ മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് മുട്ടയുടെ മണം മാറാൻ നമ്മൾ വാനില എസൻസാണ് ചേർത്ത് കൊടുക്കാറ് പതിവ്. ഇവിടെ നമ്മൾ കോഫി പൗഡർ ഇട്ടിട്ടാണ് മുട്ടയുടെ മണം മാറ്റിയെടുക്കുന്നത്. ബീറ്റർ 1ലും 2ലും 3ലും ഒക്കെ ഇട്ടിട്ട് നമുക്ക് പതുക്കെ ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. വീണ്ടും കുറച്ച് പതഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇങ്ങനെ കുറേശ്ശെ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ബീറ്റായിട്ട് നമുക്ക് ക്രീം പരുവത്തിൽ നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിൽ വേണം നമ്മുടെ ക്രീം നമുക്ക് കിട്ടുവാനായിട്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പരുവം. നല്ല ക്രീം കളറിൽ നമുക്കിത് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് മൈദപ്പൊടി, നമ്മുടെ കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ മിക്സ് ചെയ്ത ആ പൊടിയിൽ നിന്നും സ്പൂണിൽ കോരി കുറേശ്ശെ ഇതുപോലെ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഫസ്റ്റിലിടാം, സെക്കൻഡിലിടാം, തേർഡിലിടാം. ഇതുപോലെ വേണം അടിച്ചു കൊടുക്കാൻ. കട്ടി കൂടി എന്ന് കണ്ടാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലൊഴിച്ച് കൊടുത്ത് ലൂസാക്കാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ എല്ലാ പൊടിയും നമുക്ക് ഇട്ട് കൊടുത്ത് അടിച്ച് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് കുക്കറിലാണ് കേട്ടോ. കുക്കറിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഉള്ളൊക്കെ തടവിയതിന് ശേഷം, ബട്ടർ പേപ്പർ ഒന്നും വെക്കുന്നില്ല, നമ്മുടെ വീട്ടിലുള്ളത് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. നമ്മുടെ മൈദക്കൂട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് എയർ ബബിൾസ് പോവാനായി 2-3 പ്രാവശ്യം തട്ടിക്കൊടുക്കുക. എന്നിട്ട് ഗ്യാസ് അടുപ്പിൻ്റെ മേലേക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ ഈ ഒരു തട്ട് വെച്ച് കൊടുക്കുക. ഈ തട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. നല്ല ചൂടാക്കുക. നന്നായി ചൂടായാൽ നമ്മുടെ തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കുക്കറിന് വിസിലിടാതെ വേണം വെക്കാനായിട്ട്. കുക്കറിലുള്ളത് വെന്ത് എന്നറിയാനായിട്ട് നമ്മുടെ കുക്കറിൽ നിന്ന് എയർ പോവും. അപ്പോഴാണ് കേട്ടോ നമ്മുടെ കേക്ക് പാകമാവുക. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് വിപ്പിംഗ് ക്രീം എടുക്കാം. 1 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് അടിച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞതുപോലെ 1ലും 2ലും 3ലും ഇട്ട് മാറിയിട്ട് അടിച്ച് കൊടുത്തിട്ട് നല്ല പ്ലഫി ആയിട്ട് ഇരിക്കണം നമ്മുടെ ഈ ക്രീം. വിപ്പിംഗ് ക്രീം നന്നായിട്ട് അടിച്ചെടുക്കണം. വിപ്പിംഗ് ക്രീം നന്നായിട്ട് അടിച്ചു എന്നറിയണമെങ്കിൽ വിപ്പിംഗ് ക്രീം അടിച്ചു കഴിഞ്ഞാൽ ഒന്ന് താഴ്ത്തി നോക്കുക. അപ്പോൾ താഴത്തേക്ക് കൊഴിഞ്ഞ് വീഴില്ല. അതാണ് കേട്ടോ അതിൻ്റെ ഒരു പരുവം. ഇങ്ങനെ ഒരു പരുവമായാലാണ് നമുക്ക് പൂവൊക്കെ ഉണ്ടാക്കാനും ഇതിൻ്റെ സൈഡൊക്കെ ഡെക്കറേഷൻ ചെയ്യാനും നമുക്ക് പറ്റുകയുള്ളൂ. പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം നമുക്ക് ലൂസാക്കിയിട്ട് അടിച്ചിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അങ്ങനെയും ചെയ്തെടുക്കാം. നമുക്ക് അതിൻ്റെ മീതെയൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാനും എടുക്കാം അത്. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒരു കഷ്ണം എടുത്തിട്ട് മെൽറ്റാക്കാം കേട്ടോ. മിൽക്ക് ചോക്ലേറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്കിത് ഒന്ന് മെൽറ്റാക്കി കൊടുക്കാം.
നന്നായിട്ട് ഉരുക്കിയെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ മീതേക്കൊക്കെ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതൊന്ന് ഉരുക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഉരുക്കിയെടുക്കേണ്ടത്. ഇങ്ങനെ നമുക്ക് ഇത് ഉരുക്കിയിട്ട് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിതിലേക്ക് 2 ഡ്യൂട്ടി ഫ്രൂട്ടിയും ഒരു ചെറിയ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി വെച്ച് കൊടുത്തിട്ട് സ്റ്റവ് ഓണാക്കി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഒന്ന് അവിടെ തിളച്ചതിന് ശേഷം അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മുടെ കേക്ക് ഇനി നല്ല സ്പോഞ്ച് പോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട്. ഇത് 3 ലെയറായിട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ 3 ലെയറായിട്ട് റൗണ്ടിനെ തന്നെ ഒന്ന് മുറിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ മുറിച്ചെടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം എടുത്തിട്ട് ഇതിൻ്റെ ഒരു പാത്രത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ വരയിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് നനയണം കേട്ടോ, അതാണ് ഇതിൻ്റെ രസം. എന്നിട്ട് ഇതിൻ്റെ മീതേക്ക് ക്രീം വെച്ച് തേച്ച് കൊടുക്കുക. ക്രീം നന്നായിട്ട് തേച്ച് കൊടുക്കണം. ക്രീം തേച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മീതെ നമുക്ക് മറ്റേത് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് കൊടുക്കാനുണ്ട്. ഇത് നമ്മുടെ ഒരു ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. ക്രീമൊക്കെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മീതേക്ക് ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുക. ചോക്ലേറ്റ് കണ്ട് ഒഴിച്ചതിന് ശേഷം ഉണ്ടല്ലോ ഒന്നങ്ങണ്ട് പരത്തി കൊടുക്കുക. കണ്ടോ, നല്ല കട്ടിയുള്ള ക്രീമിൽ നിന്നും കുറച്ചെടുത്തിട്ട് അതും കൂടി അങ്ങോട്ട് തേച്ച് കട്ടിയിലിട്ട് തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത് എപ്പോഴാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിൻ്റെ മീതേക്ക് കണ്ടോ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്നുകൊണ്ട് പരത്തി കൊടുക്കുക. ഇതുപോലെ കത്തി വെച്ചിട്ടോ സ്പാച്ചുല വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് പരത്തി കൊടുക്കാം കേട്ടോ. ഇങ്ങനെ പരത്തി കൊടുത്തതിന് ശേഷം വീണ്ടും അടുത്ത ലെയർ വെക്കുക. എന്നിട്ട് പഞ്ചസാര സിറപ്പ് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ക്രീം തേച്ച് കൊടുക്കുക നന്നായിട്ട്. എന്നിട്ട് വീണ്ടും ചോക്ലേറ്റ് സിറപ്പ് തേക്കുക. 3ാമത്തെ ലെയർ വെക്കുക. ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. എന്നിട്ട് ഫിനിഷിങ് ചെയ്യുക. എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഫിനിഷ് ചെയ്യുക. നമുക്ക് ഡെക്കറേഷൻ ചെയ്ത് തുടങ്ങാം. ഇതുപോലെ പൂവൊക്കെ മേലെ പിടിപ്പിക്കാം. ഉള്ളിൽ ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ ഒരു പൂവൊക്കെ വെച്ച് ഒന്ന് ജെറി വെച്ച് കൊടുക്കാം. താഴത്തെ സൈഡിലും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. വളരെ പല മോഡലും ചെയ്തെടുക്കാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്ന ഒന്നാണിത്. നിങ്ങളിതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കൂ. ബർത്ത്ഡേക്കും ന്യൂ ഇയറിനും ഒക്കെ അവർക്കിത് ഉണ്ടാക്കി കൊടുക്കും. വളരെ രുചികരമായിട്ടും നല്ല സോഫ്റ്റായിട്ടും കിട്ടിയ ഒരു കേക്കാണ്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കണേ. കൂടെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.